മൂന്നാറിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരിലും മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കോഴിക്കോടും ഡബിൾ ഡെക്കർ ബസ് വന്നിരിക്കുകയാണ്. KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സിൽ നിന്നും വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ട്രിപ്പിലാണ് ഈ യാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി കേരളത്തിൽ സർവീസ് നടത്തുന്ന എല്ലാ ഡബിൾ ഡെക്കർ സർവീസുകളും വലിയ വിജയമായതുകൊണ്ട് കോഴിക്കോട് ഡബിൾ ഡെക്കറിനും വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഒരാഴ്ച പോലും ആകാത്ത ഈ സർവീസിന് ഇന്ന് കിട്ടിയിട്ടുള്ള ബുക്കിങ്ങുകൾ. അപ്പർ ഡെക്കിലെ സീറ്റുകളെല്ലാം ഈ ട്രിപ്പിൽ സോൾഡ് ഔട്ട് ആയിരുന്നു. ബസ് റെഡിയാക്കി നിർത്തിയ ശേഷം 4:30 ബ്ലൂടൂത്ത് സ്പീക്കറുകളുമായി ബസിന്റെ ക്രൂ മെമ്പേഴ്സ് എത്തിച്ചേർന്നു. പാട്ടും ഡാൻസും അനൗൺസ്മെന്റുകളുമൊക്കെ ആയിട്ടാണ് ഈ ബസിന്റെയും യാത്ര. തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും പോലെ അശോക് ലേലാൻഡ് സ്വിച്ച് ഇലക്ട്രിക് ബസ്സാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ഡെക്കിലെ എൻ്റെ ഫേവറേറ്റ് സീറ്റായ സീറ്റ് നമ്പർ 64-ൽ ഞാനിരുന്നു. ഇവിടെ നിന്നാണ് ഏറ്റവും നന്നായി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുക. അങ്ങനെ ബസ് കോഴിക്കോട് നഗരത്തിലൂടെ യാത്ര ആരംഭിച്ചു. നഗരത്തിന്റെ ഹൃദയഭാഗം കടന്ന് കനോലി കനാലിന്റെ തീരത്തുകൂടി എരഞ്ഞിപ്പലം ഭാഗത്തേക്കാണ് ബസിന്റെ ഫസ്റ്റ് വിസിറ്റ്. എരഞ്ഞിപ്പലത്ത് നിന്നും ബസ് നടക്കാവ് ഭാഗത്തേക്ക് തിരിഞ്ഞു. വീണ്ടും കോഴിക്കോടിന്റെ നഗരഹൃദയത്തിലൂടെ മാനാഞ്ചിറ മൈതാനത്തിന് മുന്നിലൂടെ ബസിന്റെ യാത്ര തുടർന്നു. ഡാൻസും പാട്ടുമൊക്കെയായി AKG ഓവർബ്രിഡ്ജ് കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കണ്ടുകൊണ്ടാണ് ഈ യാത്ര. ഈ യാത്രയുടെ ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടറായ കോഴിക്കോട് ബീച്ച് വഴിയാണ് ഇനി ഈ ബസ് പോകുന്നത്. സമയം 5 മണി കഴിഞ്ഞതുകൊണ്ട് വെയിലില്ല എന്ന് മാത്രമല്ല, സ്വർണ്ണവർണ്ണത്തിലുള്ള കോഴിക്കോട് ബീച്ചിലെ മനോഹരമായ സായാഹ്ന കാഴ്ചകൾ ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാനും സാധിക്കും. ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ഇടയ്ക്കിടെ കടന്നുവരുന്ന മരച്ചില്ലകളിലും കേബിളുകളിലും തല തട്ടാതെ സൂക്ഷിക്കുകയും വേണം.
കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട് ബീച്ച്. പിന്നീട് 1498 പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയതുൾപ്പെടെയുള്ള നിരവധി ചരിത്രങ്ങളുറങ്ങുന്ന മനോഹര ഭൂമി കൂടിയാണിത്. കൃത്യമായി പറഞ്ഞാൽ 16 കിലോമീറ്റർ അകലെ കാപ്പാട് കടപ്പുറത്താണ് 1498 മെയ് 27 വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നത്. 1907 പണി കഴിപ്പിച്ച ഒരു ലൈറ്റ് ഹൗസും ഈ യാത്രയിൽ കാണാം. അങ്ങനെ ബീച്ചിലൂടെയുള്ള യാത്ര അവസാനിച്ച് യു ടേൺ എടുത്ത് ബസ് തിരികെ നഗരത്തിലേക്ക്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ഈ ഡബിൾ ഡെക്കർ യാത്രയ്ക്കുള്ള സീറ്റ് റിസർവ് ചെയ്യുന്നതിനായി KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റോ എൻ്റെ KSRTC നിയോ ആപ്പോ ഉപയോഗിക്കാം. അപ്പർ ഡെക്കിലെ ഏറ്റവും പിന്നിലെ സീറ്റുകൾ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കോഴിക്കോട് ഡബിൾ ഡെക്കർ ബസ് യാത്രയുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ യാത്രകൾക്കായി ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്ത യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.